ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. എന്ന പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ഒരു പ്രാർത്ഥനയുടെ മറുപടി ദൈവം ദാനിയേലിന് കൊടുക്കുമ്പോൾ ദാനിയേൽ ദൈവത്തെ സ്തുതിച്ചു പറയുന്ന ചില വാക്കുകളാണ് ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. അതിൽ പ്രധാനമായി ഇന്ന് പകൽക്കാലം ഞാൻ ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വചനം, അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തും. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. അവിടെ എഴുതിയിരിക്കുന്ന അഗാധവും ഗൂഢവുമായത്. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായം നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ അർത്ഥമറിയാതെ നെബൂഖദ്നേസർ രാജാവ് വളരെ വ്യാകുലപ്പെടുന്നു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്ന, തനിക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ശകുനവാദികളെയും മന്ത്രവാദികളെയും ഒക്കെ വിളിച്ചു കൂട്ടുന്നു. അവരോട് പറയുന്നു, സ്വപ്നവും അർത്ഥവും പറയണം. ശകുനവാദികളും മന്ത്രവാദികളും നെബൂഖദ്നേസർ കൊടുക്കുന്ന മറുപടി, രാജാവ് ചോദിച്ച കാര്യം പ്രയാസമുള്ളതാകുന്നു. ഇങ്ങനെ ഒരു ചോദ്യം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം സ്വപ്നം പറഞ്ഞാൽ അർത്ഥം പറഞ്ഞു തരാം. രണ്ടും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുവരെ ഒരു കൽദയ രാജാവും ഒരാളോട് പോലും ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. മനുഷ്യർക്ക് ഇത് വെളിപ്പെടുത്തുവാൻ കഴിയില്ല. ഞങ്ങൾ സേവിക്കുന്ന ജഡവാസമുള്ള ഒരു ദൈവത്തിനും ഇത് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. ഇങ്ങനെ അവർ അവരുടെ നിസ്സഹായാവസ്ഥയെ അറിയിക്കുമ്പോൾ രാജാവ് കൂടുതൽ കോപകുലകനാകുകയും തങ്ങൾ ഇവരെ കൊന്നുകളയുവാൻ കൽപ്പനയിടുകയും ചെയ്യുമ്പോൾ ഇവർ ദാനിയേലിനെയും കൂട്ടരെയും കൂടെ കൊന്നുകളയാൻ വേണ്ടി അവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തി. ദാനിയേൽ കാര്യം ഗ്രഹിച്ചു. കൊല്ലപ്പെടുന്ന കൂട്ടത്തിൽ തങ്ങളുടെ പേരും ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ദാനിയേലും ഹനന്യാവും മീശായേലും അസരിയാവും ഇവർ 4 പേരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവം ആ സ്വപ്നം വെളിപ്പെടുത്തും. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ദാനിയേൽ മനസ്സിലാക്കിയപ്പോഴാണ് ദാനിയേൽ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ദൈവം രാജാക്കന്മാരെ വാഴിക്കുന്ന ദൈവമാണ്, രാജാക്കന്മാരെ മാറ്റുന്ന ദൈവമാണ്. കാലങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ സമയങ്ങൾ ഒക്കെ, അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ ചക്രങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ആ താന അർത്ഥം ഗ്രഹിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. ദൈവമക്കളെ സ്തോത്രം, നമ്മൾ ദൈവത്തെ അടുത്തറിയുന്തോറും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ. സ്തോത്രം. നമുക്കറിയാം, പത്രോസും യാക്കോബും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരുഭൂമലയിൽ ചെന്നിരിക്കുമ്പോൾ പത്രോസ് യേശു രൂപാന്തരപ്പെടുന്നത് കണ്ടിട്ട്, പിതാവിൻ്റെ ശബ്ദം കേൾക്കുന്നത് കേട്ടിട്ട് യേശുവുമായിട്ട് അത്ര ക്ലോസ്നെസ്സിലേക്ക് വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, ഇവിടം വിട്ടു പോകണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുന്തോറും സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് വിട്ടുപോകുവാനല്ല, അടുത്തിരിക്കുവാനുള്ള സ്തോത്രം, ആ സന്തോഷമാണ് ലഭിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കൂടുതൽ ആകാംക്ഷഭരിതരായി മാറും. ഹല്ലേലൂയ.
ഞാൻ ആ ഭാഗത്തിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ അടുത്തൊരു ലെവലിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുക. നോക്കണം, ഈ പ്രതിസന്ധി ഇവിടെ വന്നത് എന്തിനെയാണ്? പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് സ്തോത്രം, ഈ സ്വപ്നം നെബൂഖദ്നേസർ കണ്ടതും അതിൻ്റെ അർത്ഥം ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും വെളിപ്പെടുത്താൻ കഴിയാതിരുന്നതുമാണ് ഇവിടെ ദാനിയേലിനും പ്രൈസ് ദി ലോർഡ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹനനിയാവിനും സ്തോത്രം അസരിയാവിനും മിശായേലിനുമൊക്കെ സ്തോത്രം ആ രാജ്യത്ത് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ ആദരിക്കുവാനിടയായി തീരുന്ന ഒരനുഭവമായിരുന്നു ഇത് എന്ന് നമ്മൾ അറിയണം. നമ്മൾ ഇത് തന്നെയാണ് സ്തോത്രം ദാവീദിന്റെ ജീവിതത്തിലും കാണുന്നത്. ദാവീദിനെ ശമൂവേൽ വന്ന് അഭിഷേകം ചെയ്യുന്നുണ്ട്. അഭിഷേകം ചെയ്തിട്ടും രാജാവായി താൻ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും വീണ്ടും ദാവീദ് കാട്ടിലേക്ക് പോയി. സഹോദരന്മാർ 7 പേരും ശൗലിന്റെ പട്ടാളത്തിലും പോയി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഏലാത്താഴ്വരയിൽ ഫിലിസ്തീമല്ലനായ ഗോലിയാത്ത് രംഗപ്രവേശനം ചെയ്യുന്നു. ശൗൽ രാജാവ് ഒരു വാക്കുപോലും പറയാതെ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു. ഒരു പട്ടാളത്തിലെ സേനാധിപരോ അല്ലെങ്കിൽ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനോ അവനോട് നേരിടാതിരിക്കുന്നു. 40 ദിനരാത്രങ്ങൾ വെല്ലുവിളിച്ചിട്ട് ഇസ്രായേൽ നടുങ്ങുന്നതല്ലാതെ അടുത്ത് ചെല്ലാൻ കഴിയാതെ ഇരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ കാരണം ദാവീദ് ഇസ്രായേലിൽ രംഗപ്രവേശനം അല്ലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി വരണമെന്നുള്ളതാണ്. അത് അവന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസർ സ്വപ്നം കണ്ടത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തൻ ഹല്ലേലൂയ സ്തോത്രം ആ ബാബേലിൽ ഉണ്ട് എന്നുള്ളത് നെബൂഖദ്നേസർ രാജാവും കൂട്ടരും അറിയുവാനൊരു ടെസ്റ്റായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ സ്തോത്രം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഓരോ സ്തോത്രം മേഖലകളിലും നമ്മൾ ചിലപ്പോൾ പ്രതിസന്ധിയിലാകും. അതെല്ലാം ദൈവം നമുക്കുണ്ടാക്കുന്ന ചില അനുഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ബാബേലിലെ എല്ലാവരെയും കൊല്ലുവാൻ തീരുമാനമെടുക്കുമ്പോൾ ദാനിയേലിനെയും കൂട്ടരെയും കൂടെ കൊല്ലുവാൻ അതിനകത്ത് പിടിച്ചിടുന്നത് ദാനിയേല് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഭക്തനെന്നറിയാൻ. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ഏലാത്താഴ്വരയിൽ ഒരു ഫെലിസ്ത്യ മല്ലൻ രംഗപ്രവേശനം ചെയ്യുന്നത് ദാവീദ് യഹോവയുടെ അഭിഷക്തനാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിയേണ്ടതിന്. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഈ സന്ദേശം കേൾക്കുന്ന ജനത്തോട് എനിക്ക് പറയുവാനുള്ളത് സ്തോത്രം, ചില ടെസ്റ്റുകൾ, ചില പ്രതിസന്ധികൾ ഹല്ലേലൂയ ഉണ്ടാകുന്നത് ദൈവം നമ്മെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ വെളിപ്പെടുത്തുവാനാണ് ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത് എന്നത് നാം തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കണം, ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കണം, ഭാവി മേഖലയുടെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തും. നമുക്കറിയാം, ഈ വചനം തപ്പോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം ഭാവി മേഖലയുടെ രഹസ്യങ്ങൾ. ഈ ഭൂമിയിൽ ഇനിയും ഭാവിയിൽ നടക്കുവാനുള്ള കാര്യങ്ങൾ നെബൂഖദ്നേസറിന് സ്വപ്നത്തിലൂടെ അറിയിക്കുകയും അത് നെബൂഖദ്നേസറിനോട് സ്തോത്രം ഹല്ലേലൂയ ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഭൂമിയിൽ സ്തോത്രം ഇനിയും അടുത്ത കാലഘട്ടങ്ങൾ എന്താണ് നടക്കാൻ പോകുന്നത് വ്യക്തമായി നെബൂഖദ്നേസറിനോട് സ്തോത്രം ദാനിയേൽ പറയുന്നു. അപ്പോൾ നോക്കണം സ്തോത്രം, ഭൂമിയിലെ ഓരോ പദ്ധതികളും ദൈവത്തിൻ്റെ കരതലത്തിലൂടെയും ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം പ്രീ പ്ലാനുകളിലൂടെയൊക്കെയാണ് പോകുന്നത് എന്ന് നമുക്കറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് ദൈവം തൻ്റെ ഹിതത്തെ വെളിപ്പെടുത്തും. സ്തോത്രം. ജോസഫിൻ്റെ ജീവിതത്തെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫിൻ്റെ ജീവിതം സ്തോത്രം ഹല്ലേലൂയ. അവൻ ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ജോസഫിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം യാഥാർത്ഥ്യമാകുകയും ചെയ്യുന്നത് നമുക്കറിയാം. സ്തോത്രം. യാക്കോബിനോട് ചെന്ന് ഈ സ്വപ്നം പറയുമ്പോൾ തന്നെ യാക്കോബ് വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്തോത്രം.
വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, നീയും ഞാനും നിന്റെ അമ്മയൊക്കെ അല്ലെങ്കിൽ നിന്റെ മൂത്ത സഹോദരങ്ങളൊക്കെ നിന്നെ നമസ്കരിക്കുമോ എന്ന് വെച്ചാൽ നീ ആ ഉന്നത നിലവാരത്തിൽ എത്തുമോ? ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യാക്കോബോട് പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവം തൻ്റെ ഹിതത്തെ വെളിപ്പെടുത്തുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, സ്തോത്രം, രക്ഷ എന്ന ദൈവിക പദ്ധതി അതൊരു മർമ്മമെന്നൊക്കെയാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഈ സ്തോത്രം ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക്, പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വരുന്ന ഒരു മർമ്മമായിരുന്നു ഇത്. പഴയ നിയമ ആളുകൾക്ക് പലർക്കും ഗ്രഹിക്കുവാൻ പാടുള്ള കാര്യമായിരുന്നു. എന്നാൽ സ്തോത്രം, സ്തോത്രം, ഇന്ന് അത് തൻ്റെ ഭക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സഭ എന്ന മർമ്മം, ക്രിസ്തു എന്ന മർമ്മം, തൻ്റെ ഹിതത്തിന്റെ മർമ്മം എന്നൊക്കെ ഫേസ്യ ലേഖനത്തിൽ പറയുന്നത് അങ്ങനെ. സ്തോത്രം, ഹല്ലേലൂയ. തൻ്റെ രക്ഷാപദ്ധതി അത് തൻ്റെ ഭക്തന്മാർക്ക് അതാൻ വെളിപ്പെടുത്തി കൊടുത്തു. തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രഹസ്യങ്ങളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, താൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതും. 2, സ്തോത്രം, രഹസ്യങ്ങളെ തൻ്റെ ഭക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തും. രഹസ്യങ്ങളെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. സ്തോത്രം. അത് നമ്മൾ എലീശയോട് ബന്ധപ്പെട്ട് അരാം രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സൈന്യ രഹസ്യങ്ങളെയൊക്കെ ആരാണ് ഇസ്രായേൽ രാജാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? അങ്ങനെ അരാം സൈന്യം ചെന്നിട്ട് സ്തോത്രം, എലീശയുടെ വീട് വളയുന്നുണ്ട്. സ്തോത്രം, അരാം രാജാവിന്റെ ആ കൊട്ടാരത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ ഒക്കെ സ്തോത്രം എലീശയുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തും. അപ്പൊ രഹസ്യങ്ങളെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിന് സൊദോം ഗൊമോറയുടെ നാശം അബ്രഹാമിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആമോസിന് 3-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയും. സ്തോത്രം, ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ ദൈവം ഹല്ലേലൂയ ഗൂഢവും അഗാധവുമായ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിവുള്ള ദൈവം. 2, സ്തോത്രം, അത് തൻ്റെ ഭക്തന്മാർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. 3, സ്തോത്രം, ചില പ്രതിസന്ധികൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം കൊണ്ടിടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക്, ഉയർച്ചയ്ക്ക് നമ്മെ ദൈവം വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ ആഗ്രഹിച്ച് ഇടുന്നതെന്നും ഈ വാക്യത്തിലൂടെ നമ്മൾ ഗ്രഹിക്കണം. 2-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് പറയുന്നൊരു വാക്കുണ്ട്. 47-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, നീ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദേവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാകുന്നു സത്യമെന്ന് കൽപ്പിച്ചു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, നിങ്ങളുടെ ദൈവം, നിന്റെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ മുൻപോട്ടുള്ള ഗമനങ്ങളെ അറിയാതെ, അടുത്ത ചുവടുവെപ്പുകൾ അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഭാരത്തിലും പ്രശ്നങ്ങളിലും ഒക്കെ ആകുന്നത്. ഒന്ന്, നാം അറിയണം, കാലങ്ങളെയും സമയങ്ങളെയും അതിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. കർത്താവ് രാജാക്കന്മാരെ വാഴിക്കുന്നതും നീക്കുന്നതും അവനാണ്. എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അവൻ്റെ കയ്യിലാണ്. 2, എല്ലാ രഹസ്യങ്ങളും അവനറിയാം. ആ രഹസ്യങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ 3 മേഖല നമ്മൾ തിരിച്ചറിഞ്ഞാൽ കർത്താവിന് എത്ര സ്തോത്രം ചെയ്താലും മതിയാകില്ല. 1, എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ്. എല്ലാത്തിൻ്റെയും നിയന്ത്രണം. ഹല്ലേലൂയ. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ഹല്ലേലൂയ, സ്തോത്രം, വാഴ്ചകൾ വാഴിക്കുന്നതും വാഴ്ചകളെ നീക്കുന്നതും അവന്. പ്രൈസ് ദി ലോർഡ്. 3, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ രഹസ്യങ്ങളും, പ്രൈസ് ദി ലോർഡ്, അത് അവൻ്റെ കയ്യിലിരിക്കും. അവൻ്റെ കയ്യിലെ രഹസ്യങ്ങൾ. 4, ആ രഹസ്യങ്ങൾ
തൻ്റെ ഭക്തന്മാർക്ക് കൈമാറുന്നവന്, തൻ്റെ ഭക്തന്മാർ കൈമാറും. അപ്പം നമ്മൾ എത്ര ശ്രേഷ്ഠത ദൈവമക്കളെ, നമ്മൾ എത്ര അഭിമാനിക്കേണ്ടവന്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമ്മുടെ ഉയർച്ച നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഗതി നിയന്ത്രിക്കുന്നത്, നാം എത്തേണ്ട സ്ഥലം നിയന്ത്രിക്കുന്നത് ഒക്കെ നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ആ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി തരുവാൻ അവൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തനോട് അതവൻ വെളിപ്പെടുത്തി കൊടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. കൽദയന്മാർക്ക്, ശകുനവാദികൾക്ക്, മന്ത്രവാദികൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലത്, പക്ഷേ തൻ്റെ ഭക്തന്മാർക്കത് വെളിപ്പെടുത്തി കിട്ടും. ഓ സ്തോത്രം. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവ്, എല്ലാ നിയന്ത്രണവും അവിടുത്തെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരെ വാഴിക്കുന്നത്, രാജാക്കന്മാരെ നീക്കുന്നത് അവിടുന്ന്, കാലങ്ങളെ മാറ്റുന്നത്, സമയങ്ങളെ മാറ്റുന്ന അവിടുന്ന്, അതിൻ്റെ സിസ്റ്റം എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിൻ്റെ കയ്യിലാണ്. ഗൂഢവും അഗോചരവുമായിരിക്കുന്ന ഹല്ലേലൂയ രഹസ്യങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, അങ്ങയുടെ പക്കലാത് അങ്ങയ്ക്ക് തൻ്റെ ഭക്തന്മാർക്ക് കൈമാറും. ഓ ജീസസ്, ഇന്ന് ഞങ്ങളത് അറിഞ്ഞതോർത്ത് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിൽ കർത്താവിൻ്റെ ഭക്തന്മാർക്കത് കൈമാറുന്ന ദൈവത്തെക്കുറിച്ച് ഹല്ലേലൂയ കേൾക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ഒന്നുകൂടെ രുചിച്ച് കർത്താവേ ഹല്ലേലൂയ അങ്ങ് വെളിപ്പെടുത്തി ജനത്തിന് കൊടുത്തതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ജനത്തെ ഉറപ്പിക്കണമേ. ഹല്ലേലൂയ. ആശങ്കകളും ആകുലതകളും, ഹല്ലേലൂയ സ്തോത്രം, ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ഇടയിലിരിക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി അവരുടെ വിഷയങ്ങൾ ഹല്ലേലൂയ പറഞ്ഞുകൊടുത്ത് കർത്താവരെ ഉറപ്പിച്ച് നിർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. ഞങ്ങൾക്ക് ആജിമച്ച ക്രിസ്തുവിശുദ്ധനുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.